എല്ലാവരെയും ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ കാര്യത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. സത്യത്തിൽ അത് ഒരു കഴിവോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും വലിയൊരു ക്വാളിറ്റിയോ അല്ല, അതൊരു കഴിവുകേടാണ്. എല്ലാവരെയും എപ്പോഴും സന്തോഷമാക്കുക എന്ന് പറയുന്നത് ആരെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. എല്ലാവരെയും എപ്പോഴും സന്തോഷമാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൂല്യങ്ങളെ ബലി കഴിപ്പിച്ച്, നിങ്ങളുടെ ഡിഗ്നിറ്റിയെ ബലി കഴിപ്പിച്ച്, നിങ്ങളുടെ ബോധ്യങ്ങളെ ബലി കഴിപ്പിച്ച്, നിങ്ങളെ ഒഴിക്കുന്ന കുപ്പിക്കകത്ത് അനുസരിച്ച് രൂപാന്തരപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോമില്ല, നിങ്ങൾക്കൊരു നിലപാടില്ല, നിങ്ങൾക്ക് വ്യക്തിത്വമില്ല, നിങ്ങളെന്ന് പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒഴുകി ചേരേണ്ട ഒരാളാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവത്തേ ഉള്ളൂ. ആരും സന്തോഷത്തിലെത്താനും പോകുന്നില്ല. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടാനും പോകുന്നില്ല. ആരും നമ്മുടെ ആ കഴിവിനെ നാളെ വാല്യൂ എത്തുമില്ല. നേരെ മറിച്ച് നമുക്ക് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതിന് കുഴപ്പമില്ല. അത് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും വേണ്ട എന്നുള്ളതാണ്. എവിടെയാണ് വേണ്ടതെന്ന് എവിടെയാണ് വേണ്ടാതെന്നും നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ബോധ്യങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ, മൂല്യങ്ങളിലൊക്കെ ഉയർന്നു നിന്ന് നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. അത് കളഞ്ഞ് ചെയ്യുന്നത് ഒരു തരത്തിലും ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. എല്ലാവരും ഒരിക്കലും ഹാപ്പി ആവാനും പോകുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും വലിയ വലിയ നഷ്ടമാണ് ഈ ലോകത്ത് വരുത്തി വെക്കുന്നത്. വലിയൊരു തെറ്റാണ് ഈ ലോകത്ത് വരുത്തി വെക്കുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കഴിവല്ല, കഴിവുകേടാണ്.